നമ്മളൊന്ന് US വരെ പോകുന്നു. US സർക്കാർ സ്ഥാപനങ്ങളിൽ ഷട്ട് ഡൗൺ, അതാണ് പറഞ്ഞു വന്നത്. സർക്കാർ ചെലവിനുള്ള ധനബില്ലുകൾ പാസ്സാകാതെ പോയതാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. 5 ലക്ഷത്തോളം പേരെ പ്രതിസന്ധി ബാധിക്കും. കൂട്ട പിരിച്ചുവിടൽ വേണ്ടി വന്നേക്കും എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. സോണൽ, ഗുഡ് മോർണിംഗ്. വല്ലാത്ത ആശങ്കയിലൂടെ ആയിരിക്കും മലയാളികളൊക്കെ കടന്നു പോകുന്നതെന്നാണ് നമുക്ക് ഏറ്റവും മനസ്സിലേക്ക് തോന്നുന്ന ഒരു കാര്യം. ഈ കൂട്ട പിരിച്ചുവിടലൊക്കെ പറയുന്ന സ്ഥിതിക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ ഒരു മടിയും ഡൊണാൾഡ് ട്രംപിന് ഇല്ല എന്നത് ഇതിനോടകം നമുക്ക് മനസ്സിലായതുമാണ്. എന്താണ് നിലവിൽ സ്ഥിതി? മോത്തി, വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇന്ന് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി അമേരിക്കയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. ഏകദേശം ഈ ഒരു ഷട്ട് ഡൗണിൽ 5 ലക്ഷത്തോളം പേരെ അമേരിക്കയിൽ അത് ബാധിക്കും എന്നുള്ളതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും 1981 ശേഷമുള്ള 15ാമത്തെ ഷട്ട് ഡൗണിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും US സർക്കാർ സ്ഥാപനങ്ങളിലെ ഇത്തരത്തിലുള്ള ഒരു ഷട്ട് ഡൗണിലേക്ക് കടക്കുന്നതോടുകൂടി അവിടുത്തെ ജീവനക്കാർ താൽക്കാലികമായി അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ട്രംപ് പറയുന്നൊരു അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഭീഷണി എന്നത് തൊഴിലാളികളെ പിരിച്ചുവിടും എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കയിലെ 2 പാർട്ടികളും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഈ കാര്യത്തിലേക്ക് ചെന്നെത്തിയത്, ഈ പ്രതിസന്ധിയിലേക്ക് ചെന്നെത്തിയത് എന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ഒരുപാട് പേരുടെ സ്ഥിതി വളരെ മോശമാകും, പ്രതിസന്ധിയിലാകും. ഏകദേശം 5 ലക്ഷത്തോളം എന്ന് പറയുമ്പോൾ വലിയൊരു വിഭാഗം അതിൽപ്പെടും. അവരുടെ എല്ലാം തന്നെ ജോലി പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നുള്ള ചില സൂചനകൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും അത്തരം പ്രതിസന്ധിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ട ചർച്ചകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം ചർച്ചകളോട് മുഖം ധരിക്കുന്ന ഒരു സമീപനം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. എന്തായാലും നല്ല ഒരു തീരുമാനം അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലോ അടുത്ത ദിവസങ്ങളിലോ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ തൊഴിലാളികളെല്ലാം തന്നെ ഉള്ളത്. മോത്തി.